നമസ്കാരം. തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതോടെ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് ചൂടും അലയടിച്ചു വരികയാണ്. 23 ദിവസത്തെ പ്രചരണം ഇക്കുറി പതിവിലും ശക്തമായിരിക്കുമെന്നതാണ് ഉറപ്പാണ്. അതിവേഗം തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് മുന്നണികൾ അരയും തലയും മുറുക്കി തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് എത്തുകയാണ്. CPM-ഉം CPI-യും ഇതിനോടകം തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. UDF-ഉം NDA-യും എത്രയും വേഗം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുള്ള നീക്കത്തിലാണ്. കേവലം 25 നാളിൽ അധികാര കസേരയുടെ വിധി കുറിക്കാനായി കേരളം പോളിംഗ് ബൂത്തിലേക്ക് എത്തും. കേരളത്തിൽ മൂന്നാം തുടർഭരണം LDF ലക്ഷ്യമിടുമ്പോൾ അധികാര വഴിയിൽ തിരിച്ചെത്താനുള്ള പരിശ്രമത്തിലാണ് UDF. അട്ടിമറി സ്വപ്നമാണ് NDA പങ്കുവെക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് LDF സ്വപ്നങ്ങളുടെ ചെങ്കൊടിയേന്തുന്നത്. എന്തായാലും UDF-നായി പ്രതിപക്ഷ നേതാവ് VD സതീശനും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫുമെല്ലാം പോരാട്ടത്തിനിറങ്ങും. തന്ത്രങ്ങൾ മെനഞ്ഞ് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും കളത്തിലുണ്ടാകും. BJP അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിനൊപ്പം മുൻ അധ്യക്ഷന്മാരായ V മുരളീധരനും K സുരേന്ദ്രനുമടക്കം പോരിനിറങ്ങുന്നുണ്ട്. 10 വർഷത്തിനിപ്പുറം ഒരു ഭരണമാറ്റം ഉണ്ടാകുമോ, അതോ LDF സർക്കാർ തുടരുമോ? ഈ രണ്ട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തന്നെയാണ് തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ ആകാംക്ഷയും. 25 നാളിൽ വിധി കുറച്ച് പിന്നെയും 25 നാൾ കാത്തിരിപ്പിന് ശേഷമാകും കേരളത്തിന്റെ വിധി എന്താണെന്ന് അറിയാനാവുക. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം UDF-ന് വലിയ പ്രതീക്ഷ നൽകുമ്പോൾ ഭരണ തുടർച്ചയുടെ കരുത്തിൽ പ്രതിരോധിക്കാനാണ് LDF-ന്റെ ശ്രമം. NDA മൂന്നാം ശക്തിയായ പല മണ്ഡലങ്ങളിലും വോട്ട് പിടിക്കുന്നത് ആർക്ക് ഗുണകരമാകും എന്നതാണ് 2026-ലെ മറ്റൊരു പ്രധാന ചോദ്യം. ഓരോ ജില്ലയിലും എത്രത്തോളം മുന്നേറ്റം ഉണ്ടാകാനാകും എന്നതിലാണ് മുന്നണികളുടെ ശ്രദ്ധയും. ഈ ഘട്ടത്തിൽ 14 ജില്ലകളിലെയും സാഹചര്യവും സാധ്യതയും പ്രതീക്ഷയും കണക്കുകൂട്ടലുമെല്ലാം പരിശോധിക്കപ്പെടുകയാണ്. എന്തായാലും കഴിഞ്ഞ തവണ LDF 1 മുന്നേറ്റമുണ്ടാക്കിയ ജില്ല തിരുവനന്തപുരമായിരുന്നു. 14-ൽ 13-ഉം LDF സ്വന്തമാക്കിയപ്പോൾ UDF കോവളത്ത് മാത്രമായി ഒതുങ്ങിപ്പോയി. ഇത്തവണ പൊരിഞ്ഞ പോരാട്ടത്തിനാകും തലസ്ഥാനം സാക്ഷ്യം വഹിക്കുക. ജില്ലയിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF നേടിയ വലിയ മുന്നേറ്റവും തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുത്ത BJP-യുടെ വളർച്ചയും തലസ്ഥാന പോരിന് ആക്കം കൂട്ടുകയാണ്. നേമം, വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം, തിരുവനന്തപുരം മണ്ഡലങ്ങളിൽ BJP വലിയ പ്രതീക്ഷയാണ് വെച്ചുപുലർത്തുന്നത്. ഇടതുപക്ഷം തങ്ങളുടെ കോട്ടകൾ കാക്കാൻ വിയർപ്പൊഴുക്കുമ്പോൾ അരുവിക്കരയും കോവളവും വർക്കലയും വട്ടിയൂർക്കാവും അടക്കമുള്ള മണ്ഡലങ്ങൾ UDF-നും വലിയ പ്രതീക്ഷയാണ്. പരമ്പരാഗതമായി ഒരു ഇടതു കോട്ടയാണ് കൊല്ലം അറിയപ്പെടുന്നത്. കഴിഞ്ഞ തവണ 11-ൽ 9 സീറ്റും LDF-നായിരുന്നു. എന്നാൽ ഇടതുപക്ഷത്തിന്റെ ഉറച്ച കോട്ടയായ കൊല്ലത്ത് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ വലിയ വിള്ളലുകളാണ് സൃഷ്ടിക്കപ്പെട്ടത്. തദ്ദേശ ഫലം വന്നതോടെയാണ് UDF-ന് വലിയ ആത്മവിശ്വാസം നൽകിയതും. എന്തായാലും കൊല്ലം, കുണ്ടറ, കരുനാഗപ്പള്ളി, ചവറ മണ്ഡലങ്ങൾ UDF അട്ടിമറി ലക്ഷ്യമിടുന്നുണ്ട്. എന്നാൽ MLA-മാരുടെ ജനപ്രീതി ഇതെല്ലാം മറികടക്കുമെന്നതാണ് LDF-ന്റെ പ്രതീക്ഷ. ഇനി ആർക്കൊപ്പം മണ്ഡലം നിൽക്കുമെന്ന് നമുക്ക് വരും ദിനങ്ങൾ തന്നെ കാണാം.